നിയമസഭ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറിയിലെ ഭരണരീതി എന്ന് പറയുന്നത്. ഇത്തരം മേഖലകളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാം ആ യൂണിയൻ ടെറിട്ടറിയിലെ ലഫ്റ്റനന്റ് ഗവർണറുടെ ശക്തമായ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമായിരിക്കും ഇത്തരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുക. മറ്റൊന്ന് ഇത്തരം മേഖലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിലാണ് ഏറ്റവും വലിയൊരു കാര്യം, ഇത്തരം മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പൂർണ്ണമായും ഇത്തരം മേഖലയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കും. ലഫ്റ്റനന്റ് ഗവർണറും കേന്ദ്ര ഉദ്യോഗസ്ഥരും നേരിട്ടായിരിക്കും ഇത്തരം മേഖലകളിലെ ഭരണം നടത്തുക എന്നുള്ളതാണ് ഒരു വസ്തുത. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തരം മേഖലകളിൽ ഉണ്ടാകുകയും ചെയ്യും. മലബാറിനെ കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. മലപ്പുറം ജില്ലാ വിഭജനത്തിന് പകരം കോഴിക്കോടോ മലപ്പുറമോ തലസ്ഥാനമാക്കി കേന്ദ്രഭരണ പ്രദേശം വരണം. വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകാൻ കേന്ദ്ര സംവിധാനം സഹായിക്കും. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാക്കിയതിന് സമാനമായ നടപടി മലബാറിൽ വേണമെന്നാണ് VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് മറ്റൊന്നുമല്ല, VHP സംസ്ഥാന സെക്രട്ടറി അനിൽ വിളയിൽ ആവശ്യപ്പെട്ടത് നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മലബാറിലെ ജില്ലകളുടെ പുനഃക്രമീകരണം എന്നതിലുപരി തെക്കേ കേരളത്തെ അപേക്ഷിച്ച് മലബാറിൽ വികസനങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വികസനത്തിന്റെ പോരായ്മ തീർക്കാൻ മലബാറിനെ ഒരു കേന്ദ്ര ഭരണ പ്രദേശമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മലബാറിന് എന്ന് പറഞ്ഞാൽ കോഴിക്കോടിനെയും മലപ്പുറത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കോഴിക്കോട് തലസ്ഥാനമാക്കിക്കൊണ്ട് ഒരു കേന്ദ്ര ഭരണ പ്രദേശം വേണം എന്നാണ് ഇത്തരക്കാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ സത്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം സാധ്യമാണോ? അത് മലബാറിന്റെ വികസനങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഗുണമാണോ ദോഷമാണോ ചെയ്യുക? ഏതെങ്കിലും രീതിയിൽ മലബാറിലെ ജനങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളെ ഇത്തരം ഒരു നീക്കം ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്? ഇത്തരം കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ടും പരിശോധിക്കാം. നിലവിൽ ഇന്ത്യയിൽ 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട്. അവയിൽ ചിലക്ക് സ്വന്തമായിട്ട് നിയമസഭയുണ്ട്, മറ്റു ചില കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്ക് നിയമസഭ ഇല്ല, സ്വന്തമായിട്ടുള്ള നിയമസഭ ഇല്ല. പഞ്ചായത്ത്, നഗരസഭ, താലൂക്ക് സംവിധാനങ്ങളൊക്കെ മിക്കവാറും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ അധികാരവും സ്വാതന്ത്ര്യവും യൂണിയൻ ടെറിട്ടറികളുടെ ഭരണരൂപം അനുസരിച്ച് തികച്ചും വ്യത്യസ്തവുമാണ്. ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം ഉയരുന്നത്. മലബാറിനെ കേന്ദ്ര ഭരണ പ്രദേശം ആക്കി മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 പ്രകാരം കേന്ദ്രത്തിന് പുതിയ യൂണിയൻ ടെറിട്ടറികൾ രൂപീകരിക്കാനുള്ള അവകാശമുണ്ട്. അതിനുള്ള ഒരു ടേംസ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അംഗീകാരവും രാഷ്ട്രപതിയുടെ സമ്മതവുമാണ്. ലോക്കൽ അതോറിറ്റിയുടെ, അതായത് ഇപ്പോൾ നമ്മൾ മലബാറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കേരള നിയമസഭയുടെ സമ്മതമോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അവർ സ്വാഭാവികമായിട്ടും ഇത്തരം രീതികളൊക്കെ അവലംബിക്കുകയാണെങ്കിൽ കേരള നിയമസഭയിൽ ഒരു അഭിപ്രായം ചോദിക്കുമെന്നതിനപ്പുറം അതിനപ്പുറത്തേക്ക് ഒരു പ്രസക്തിയും ഇക്കാര്യത്തിൽ കേരള നിയമസഭയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യൂണിയൻ ടെറിട്ടറി ആയിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 തരം ഭരണക്രമങ്ങൾ സാധ്യമാണ്. ഒന്ന് നിയമസഭയോട് കൂടിയുള്ള ഭരണക്രമം, മറ്റൊന്ന് നിയമസഭ ഇല്ലാത്ത ഭരണക്രമം. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വ്യത്യസ്തമാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നിയമസഭ നിലവിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിയൻ ടെറിട്ടറികളുടെ കാര്യമാണ്. ഇത്തരം പ്രദേശങ്ങളുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇതൊക്കെ സാധാരണ രീതിയിൽ തുടരും. 73ാം ഭരണഘടന ഭേദഗതി പ്രകാരം ത്രിതല ജനാധിപത്യ സംവിധാനം പൂർണ്ണമായിട്ടും ഇത്തരം മേഖലകളിൽ നിലനിൽക്കുമെന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. അതായത് മലബാർ യൂണിയൻ ടെറിട്ടറി ആക്കുകയാണെങ്കിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലുള്ള അതാത് ഗ്രാമപഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കും. യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തുകൾക്കും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനുള്ള അധികാരവും ഫണ്ടൊക്കെ കേന്ദ്രം നേരിട്ട് നൽകും. ഇത്തരം ഒരു മേഖലകളുടെ പ്രത്യേകത അതാണ്. നഗരമേഖലകളിലെ തെരഞ്ഞെടുപ്പ് പതിവ് പോലെ സാധാരണഗതിയിൽ നടക്കും. 74ാം ഭരണഘടന ഭേദഗതി പ്രകാരമുള്ള അധികാരങ്ങൾ നിലനിൽക്കുകയും ചെയ്യും ഇത്തരം മേഖലകളിൽ. മറ്റൊരു പ്രത്യേകത, ഇത്തരം യൂണിയൻ ടെറിട്ടറിക്ക് സ്വന്തമായിട്ട് നിയമസഭ ഉണ്ടാവും. അതൊരു പക്ഷേ 70 മുതൽ 50 സീറ്റ് വരെയാണ് സാധാരണഗതിയിൽ ഇതിന്റെ ഒരു സീറ്റ് ഘടനയൊക്കെ ഉണ്ടാവാം. ഇതിൽ ജനങ്ങൾക്ക് MLA-മാരെ നേരിട്ട് തെരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭയും ഉണ്ടാവും. പക്ഷേ പോലീസിലോ പ്രസ്തുത ഭൂമിയിലോ പബ്ലിക് ഓർഡറിലോ പൂർണ്ണ അധികാരം കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനായിരിക്കും. എന്നാൽ ഇതേ കാര്യം ലോക്സഭ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ അത്തരം പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിലവിൽ എത്തരത്തിലാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അപ്രകാരം തന്നെ നടക്കും. എന്നാൽ നേരെ മറിച്ച് നിയമസഭ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറിയിലെ ഭരണരീതി എന്ന് പറയുന്നത് ഇത്തരം മേഖലകളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാം ആ യൂണിയൻ ടെറിട്ടറിയിലെ ലഫ്റ്റനന്റ് ഗവർണറുടെ ശക്തമായ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമായിരിക്കും ഇത്തരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുക. മാത്രമല്ല പഞ്ചായത്തുകൾക്ക്
സ്വയംഭരണാവകാശം വളരെ പരിമിതമായിരിക്കും. ഇങ്ങനെ കേന്ദ്രഭരണ പ്രദേശമാകുന്നതോടു കൂടി തന്നെ കേരള സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഒറ്റയടിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകളും ഉണ്ട്. ഇതേ കാര്യം തന്നെയാണ് നഗരസഭയുടെ കാര്യത്തിലും വരിക. നഗരസഭന്റെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും അവയുടെ പ്രവർത്തനം അധികവും കേന്ദ്ര ഭരണത്തിന്റെ കീഴിൽ തന്നെ ആയിരിക്കും. അതായത് സ്വയം ഭരണം പൂർണ്ണമായും ഇല്ലാതാവും എന്നല്ല, കൃത്യമായ ഒരു പരിധിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ പരിധിക്കപ്പുറം സ്വയം ഭരണ പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇത്തരം മേഖലയിലെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, ഇത്തരം മേഖലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിലാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത്തരം മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പൂർണ്ണമായും ഇത്തരം മേഖലയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കും. ലഫ്റ്റനന്റ് ഗവർണറും കേന്ദ്ര ഉദ്യോഗസ്ഥരും നേരിട്ടായിരിക്കും ഇത്തരം മേഖലകളിലെ ഭരണം നടത്തുക എന്നുള്ളതാണ് ഒരു വസ്തുത. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തരം മേഖലകളിൽ ഉണ്ടാകുകയും ചെയ്യും. മലബാർ കേന്ദ്രഭരണ പ്രദേശം ആക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ പ്രധാന ന്യായീകരണം എന്താ പറയുക? മലബാറിൽ വികസനം കുറവാണ്, കേന്ദ്രഭരണ പ്രദേശമാക്കിയാൽ കൂടുതൽ വികസനം എത്തും, കൂടുതൽ ഫണ്ട് എത്തും, ഇത്തരം ന്യായീകരണങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജനങ്ങളുടെ വോട്ടവകാശം ഏത് രീതിയിലായിരിക്കും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളൊരു പ്രധാന ചോദ്യമാണ്. ഇത്തരം മേഖലകളിൽ എത്തരത്തിലായിരിക്കും ജനങ്ങളുടെ വോട്ടവകാശം ഓപ്പറേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് നിയമസഭ ഉള്ളതും നിയമസഭ ഇല്ലാത്തതും. നിയമസഭ ഉള്ള മേഖലകളിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന പോലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വളരെ സുതാര്യമായിട്ട് നടക്കും. പൗരന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ടാവും. മാത്രമല്ല MP, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും. എന്നാൽ നിയമസഭ ഇല്ലാത്ത സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. നേരെ മറിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രക്രിയ നിയമസഭ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറികളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിന്റെ ഉദാഹരണമാണ് ലക്ഷദ്വീപ്, ചണ്ഡീഗഡ് ഒക്കെ. ചണ്ഡീഗഡ് എന്ന് പറഞ്ഞാൽ പഞ്ചാബിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവാറില്ല. കേന്ദ്രം നേരിട്ട് ഭരണം നടത്തുന്നത് കൊണ്ട് തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യം ഈ മേഖലയിൽ ഇല്ല. അതുകൊണ്ടാവാം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പറഞ്ഞ ഏരിയകളിൽ ഉണ്ടാവാറില്ല. ഇത് ജനങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിത്തം ഗണ്യമായിട്ട് കുറക്കും. ഇത്തരം ഒരു സാഹചര്യം വന്നാൽ മലബാറിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം എത്തരത്തിലായിരിക്കുമെന്നുള്ളതാണ്. ഈ നിയമസഭ ഉള്ള യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ ഇപ്പോൾ ഉള്ള പോലെ തന്നെ വളരെ സജീവമായി പാർട്ടികളൊക്കെ ഫംഗ്ഷൻ ചെയ്യും. മലബാറിനെ സംബന്ധിച്ചിടത്തോളം UDF എന്നത് വലിയൊരു ശക്തിയാണ്. അവർക്ക് കൂടുതൽ ശക്തിപ്പെടാനും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് BJPക്കും വലിയ രീതിയിൽ വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതേസമയം നിയമസഭ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മാത്രമേ അവസരമുള്ളൂ എന്നുള്ളതാണ് ഒരു വസ്തുത. മാത്രമല്ല ഇത്തരം മേഖലകളിൽ പ്രാദേശിക നേതാക്കളുടെ അധികാരം കുറയും. ഇത്തരം മേഖലകളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിന്റെ ഭരണമായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ നല്ല രീതിയിൽ സുതാര്യമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകും. അത്തരമൊരു അവസരം ഉള്ളത് കൊണ്ട് തന്നെ UDFന്റെയും LDFന്റെയും സ്വാധീനം പതിയെ പതിയെ ഇത്തരം മേഖലകളിൽ ഇല്ലാതാവും. മലബാർ മേഖല ഒരു യൂണിയൻ ടെറിട്ടറി ആക്കിയാൽ അത് നിലവിലെ കേരളം എന്ന സംസ്ഥാനത്തിനും വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാവും. ജനസംഖ്യ വലിയ രീതിയിൽ കുറയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് കിട്ടേണ്ട റവന്യൂവിലും വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. മാത്രമല്ല നിയമസഭാ സീറ്റുകളും എല്ലാം ഇല്ലാതാവും. യൂണിയൻ ടെറിട്ടറികളായുള്ള ഗുണങ്ങൾ പലതുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കേന്ദ്രത്തിന്റെ ഫണ്ട് ഇത്തരം മേഖലകളിൽ നേരിട്ടെത്തും. പ്രത്യേകമായിട്ടുള്ള വികസന പദ്ധതികൾ ഉണ്ടാവും. മാത്രമല്ല ഭരണത്തിന്റെ വേഗത വർദ്ധിക്കും. ഇത്തരം പ്രത്യേകതകളൊക്കെ യൂണിയൻ ടെറിട്ടറിയിൽ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ ദോഷം എന്ന് പറയുന്നത് കേരളത്തിൽ നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ, ഇൻഷുറൻസ് പോലുള്ള സർക്കാർ തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂണിയൻ ടെറിട്ടറിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ട് നഷ്ടമാകും. മാത്രമല്ല ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. പലപ്പോഴും ഇതിന്റെ ഭാഗമാകാൻ യൂണിയൻ ടെറിട്ടറിയിലെ ആളുകൾക്ക്, അതായത് നിയമസഭ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറിയിലെ ആളുകൾക്ക് സാധിക്കാതെ വരും. മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുണമോ ദോഷമോ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഗുണം ചെയ്തേക്കാം, ഒരു പക്ഷേ ദോഷങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും ഒരു മുൻവിധിയിൽ എത്താതിരിക്കുന്നതാണ് നല്ലത്. ഒരു പക്ഷെ ഗുണമുണ്ടാകാം, ഒരു പക്ഷെ അത് ദോഷം ചെയ്തേക്കാം ഏതെങ്കിലും രീതിയിൽ. സത്യത്തിൽ ഈ ആശയം, അതായത് കോഴിക്കോടും മലപ്പുറവും കേന്ദ്രഭരണ പ്രദേശമാക്കണം എന്നുള്ള ഈ ആശയം മലബാർ വികസിച്ച് തുടിക്കട്ടെ എന്ന് കരുതിയിട്ടല്ല VHPക്കാര് മുന്നോട്ട് വെക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം മലപ്പുറം, കോഴിക്കോട് പോലുള്ള ജില്ലകൾ അങ്ങോട്ട് മാറ്റപ്പെട്ടാൽ കേരളത്തിൽ നിയമസഭയിൽ നിന്ന് ഏകദേശം മാറ്റപ്പെടുക 25ഓളം നിയമസഭാ സീറ്റുകളാണ്. 140-ൽ 25ഓളം നിയമസഭാ സീറ്റുകൾ മാറ്റപ്പെടുക എന്ന് പറയുമ്പോൾ പിന്നെ അവശേഷിക്കുന്നത് 115ആണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകകക്ഷിയെ കൂടെ കൂട്ടിയാൽ ഒരു പക്ഷെ ഭരണം പിടിക്കാനൊക്കെ സാധിക്കും. മലബാർ ഇല്ലാത്ത അവസ്ഥയിൽ, തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിൽ ഇല്ലാത്ത അവസ്ഥയിൽ ഒരു പക്ഷെ കേരളത്തിന്റെ ഭരണം പിടിക്കാനൊക്കെ BJPക്ക് സാധിക്കുമായിരിക്കാം.
അത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ മലബാർ അവിടെ ഉണ്ടായാൽ ഒരിക്കലും BJP അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരു പക്ഷെ അവർക്ക് അറിയുമായിരിക്കാം. എന്തായാലും VHP ഇത്തരമൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും മലബാറിലെ ആളുകൾ വികസിച്ച് തുടിക്കട്ടെ എന്ന് കരുതിയിട്ടല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. 2036 നിയമസഭയിൽ BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടാകുക എന്നുള്ളത് അവരുടെ ഒരു ഡ്രീമാണ്. അതിനുള്ള ഒരു വേദി ഒരുക്കൽ തന്നെയാണ് ഇത്തരം പ്രസ്താവനകൾ എന്നൊക്കെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, ഇത് മലബാറാണ്, ഇവിടെ അങ്ങനെ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ഒന്നും നടക്കൂല. സിമ്പിളായിട്ട് നടക്കും ഇതൊക്കെ സിമ്പിളായിട്ട് നടക്കും. ഇത് മലബാറാണ്, ഇവിടെ പണ്ട് അങ്ങനെയാണ്, പണ്ട് ഇങ്ങനെയാണ്. അത് പണ്ട്. ഇപ്പൊ കാലം മാറി. അപ്പൊ നടക്കൂല എന്നുള്ള വീരവാദം അടച്ചു നടക്കണ്ട. കേന്ദ്രം വിചാരിച്ചാൽ ഇത് നടത്തിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്നാലും ഉചിതമായിട്ട് സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടുമിക തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.